ഹലോ, അപ്പം ഞങ്ങളൊരു വൈകുന്നേരത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് കുളിക്കാൻ കയറി കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ തല എല്ലാ ദിവസവും ഒന്നും കുളിക്കാറില്ല കേട്ടോ. പിന്നെ സെൽഫ് കെയർ ചെയ്യാത്ത ഒരു പരിപാടിയില്ല. ഡെയിലി ഞാൻ കുറച്ച് സമയം സ്കിൻ കെയറിന് വേണ്ടി മാറ്റി വെക്കാറുണ്ട് കേട്ടോ. ഹെയർ നല്ല ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഞാൻ സിറം യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും 1-2 ദിവസമൊക്കെ എടുത്തിട്ടാണ് തല കുളിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഹെയർ സിറം ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ മുടി ഊരിപ്പോകാനും പൊട്ടിപ്പോകാനൊക്കെ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങൾ ഇതുപോലെ തന്നെ സെൽഫ് കെയർ ചെയ്യുന്ന ആൾക്കാരാണോ? ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഡെയിലി ചെയ്യണം. നമ്മളിപ്പോൾ പല്ല് തേക്കുന്നതൊക്കെ 2 നേരം ചെയ്യാറുണ്ടല്ലോ, രാവിലെയും രാത്രി. അതുപോലെ തന്നെ സ്കിൻ കെയർ ഒക്കെ ഡെയിലി ചെയ്യണം കേട്ടോ. സ്കിൻ കെയറിൻ്റെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഇരിക്കാനൊന്ന് സമയം കിട്ടി പിന്നെ ആ സ്കിൻ കെയർ എന്ന്. നമ്മൾ സ്കിന്നും ബോഡിയും ഒക്കെ ഒരുപോലെ തന്നെ കെയർ ചെയ്യേണ്ട സംഭവമാണ് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോണർ യൂസ് ചെയ്യാറുണ്ട്, പിന്നെ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാറുണ്ട്, പിന്നെ ബോഡി ലോഷൻ, മോയ്സ്ചറൈസർ, ലിപ് ബാം. ഇത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതുകൂടാതെ ആഴ്ചയിൽ 1-2 പ്രാവശ്യം സ്കിന്നിലായാലും ബോഡിയിലാണെങ്കിലും സ്ക്രബ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾ സ്ലീവ്ലെസ് ഇടുന്നതാണെങ്കിലും ഇടാത്ത ആൾക്കാരാണെങ്കിലും ഒക്കെ എന്താ പറയുക, നന്നായിട്ട് കെയർ ചെയ്യുക. കൂടാതെ സ്ക്രബ് യൂസ് ചെയ്യാം, പിന്നെ അണ്ടർ ആംസിൻ്റെ റോൾ ഓൺ ഒക്കെ കിട്ടും. ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ ഒന്ന് കൂടും. ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ലുക്ക്, ഫ്രഷ് ഫീലിംഗ്, അതങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. ഞാനേ ഇതൊരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് കരുതിയത്. അപ്പോൾ പക്ഷേ വീഡിയോ എടുത്തെടുത്ത് അതിൻ്റെ ലെങ്ത് അങ്ങ് കൂടിപ്പോയി. അപ്പോൾ പിന്നെ അപ്ലോഡ് ചെയ്യാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ എൻ്റെ ആമി മോളെയും കുളിയും സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ വിളക്കത്തിക്കാനാണ് കേട്ടോ പോയത്. അങ്ങനെ നാമജപമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ കിച്ചണിലോട്ട് വിട്ടു കേട്ടോ. അപ്പം വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് ചായ ഉണ്ടാക്കുന്നത്. ചായയൊക്കെ കുടിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഏട്ടനും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ചായ കുടിക്കേണ്ട പരിപാടിയാണ്. പിന്നെ വീട്ടിൽ നിന്ന് അമ്മ ഒരു ലോഡ് ബേക്കറി ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര വേണ്ടാന്ന് പറഞ്ഞാലും ആമിമോൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ബേക്കറി ഐറ്റംസ് ബാംഗ്ലൂരിലേക്ക് കൊടുത്തയക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ നാട്ടിലോട്ട് പോകുന്ന സമയത്താണ് അവൾ ഇതുപോലെ ബേക്കറി ഒക്കെ കഴിക്കുന്നതും ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും. ഇതിന് ശേഷം പിന്നെ വാങ്ങുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. വല്ലപ്പോഴും ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം. അല്ലെങ്കിൽ വൈകുന്നേരം ഞാൻ രാവിലെ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെയാണ് കൊടുക്കുന്നത്. കാണാതെ കാണുന്നതും കിട്ടാതെ കിട്ടുന്നതൊക്കെ കൊണ്ട് തന്നെ ഓരോ ദിവസം ഓരോ പാക്കറ്റ് കാലിയാക്കലാണ് ഇപ്പം അവളെ മെയിൻ പരിപാടി കേട്ടോ. ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പിള്ളേർക്ക് പെട്ടെന്ന് വിശക്കുമല്ലോ. ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചായക്ക് കൂട്ടലായിട്ട് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കാറുണ്ട് ഈവനിങ്. അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ വെറും ചായയാണ് കേട്ടോ പതിവ്. ഞാൻ പ്രത്യേകിച്ച് ഒന്നും കഴിക്കാറില്ല. അവൾക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുക. അല്ലെ രാവിലത്തെ എന്തെങ്കിലും ഉണ്ടാവും. രാവിലത്തെ എന്തെങ്കിലും ഞാൻ അവൾക്ക് വേണ്ടി മാറ്റി വെക്കും. പിന്നെ നേരത്തെ കാലത്തെ ഫുഡ് കഴിക്കും. ഇതാണ് പരിപാടി. അങ്ങനെ ഇന്ന് എല്ലാവർക്കും വേണ്ടി ചായക്കൂട്ടൽ എടുക്കുന്നുണ്ട് കേട്ടോ. അമ്മ ഏതായാലും കൊണ്ടുവന്നില്ലേ, അപ്പം നമുക്കൂടെ ട്രൈ ചെയ്യാമല്ലോ. അതുമാത്രമല്ല വേഗം കഴിച്ച് തീർക്കുന്നതാണ് കേട്ടോ. ഇവർക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഫുഡിനോടൊന്നും ഒരു ആവേശം ഉണ്ടാവില്ല. കാരണം ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ചോറൊക്കെ കൃത്യമായിട്ട് കഴിക്കുമായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ഓരോന്ന് എടുത്ത് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കലും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളെ വൈകുന്നേരങ്ങൾ. പിന്നെ രാവിലെ ചോറ് ഏട്ടൻ പോകുന്ന സമയത്തിന് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊന്ന് പതപ്പിച്ച് വാർക്കും. അങ്ങനെയൊക്കെയാണ് കറിയൊക്കെ ചൂടാക്കി വെക്കും. ഏതെങ്കിലും കാരണവശാൽ ചോറ് എത്തിയിട്ടില്ലെങ്കിലും എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിലാണ് വൈകുന്നേരം വേറെ എന്തെങ്കിലും ഉണ്ടാക്കുക. ചോറ് ഒഴിവാക്കിയിട്ട്. അല്ലെങ്കിൽ നമ്മളിത് നേരത്തെ കാലത്ത് ചോറ് തന്നെയാണ് കേട്ടോ കഴിക്കാറ്. അപ്പോൾ ഇന്ന് രാത്രി ചോറിന് നല്ല സാമ്പാറും ബീൻസ് ഉപ്പേരിയും മത്തി പൊരിച്ചതും മത്തി മുളകിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം കേട്ടോ.